അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ DNA പരിശോധന 6ാം ദിവസവും നടക്കുകയാണ്. ഇതുവരെ അപകടത്തിൽ മരിച്ച 190 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 159 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് ഇന്ന് ആശുപത്രി വിട്ടു. രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്നും അവിശ്വസനീയമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് ഇന്ന് രാവിലെ അഹമ്മദാബാദ് അസാർവയിലെ സിവിൽ ആശുപത്രി വിട്ടു. ദുരന്തമുഖത്ത് ആശ്വാസമുഖമായ വിശ്വാസ് മുഖത്തും കാലിലും നെഞ്ചിലും ഉൾപ്പെടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്നു. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വിശ്വാസിനെ ഗാന്ധിനഗറിലെ ഹോട്ടലിലേക്ക് മാറ്റി. വിശ്വാസിന്റെ സഹോദരന്റെ മൃതദേഹം ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ DNA പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്നാണ് സൂചന. ഇന്നലെയോടെ പരിശോധനാ ഫലം ലഭിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. രഞ്ജിത എയർ ഇന്ത്യക്ക് നൽകിയത് ലണ്ടനിലെ മൊബൈൽ നമ്പർ ആയിരുന്നുവെന്നും എമർജൻസി കോൺടാക്ട് നമ്പർ നൽകാത്തത് പ്രതിസന്ധി സൃഷ്ടിച്ചെന്നും ഗുജറാത്ത് പോലീസ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ജൂൺ 12-നാണ് രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്നത്. അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം പൂർണ്ണമായും തിരിച്ചറിയാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. DNA പരിശോധനാ ഫലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം എയർ ഇന്ത്യയുടെ ബോയിംഗ് ഡ്രീംലൈനർ വിമാനങ്ങളിൽ ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് DGCA അറിയിച്ചു. 24 ബോയിംഗ് 787 വിമാനങ്ങളുടെ പരിശോധന പൂർത്തിയാക്കിയെന്നും DGCA വ്യക്തമാക്കി. വിമാനവും അനുബന്ധ അറ്റകുറ്റപ്പണി സംവിധാനങ്ങളും നിലവിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയതായും DGCA വ്യക്തമാക്കിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.